ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഓഗസ്റ്റ് 19 ആഗമനകാലത്തിലെ 3-ാമത്തെ വാരത്തിലെ ചൊവ്വാഴ്ച. ഇന്ന് സഭാമാതാവ് നമുക്ക് ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ്. സ്നാപക യോഹന്നാൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് സക്കറിയ പുരോഹിതന് ദൈവത്തിന് ദൂതൻ കൊടുക്കുന്ന സന്ദേശം. അഹറോന്റെ വംശത്തിൽപ്പെട്ട എല്ലാവരും, ആ വംശത്തിൽ പിറക്കുന്ന ഓരോ വ്യക്തിയും പുരോഹിതരാണ്. ഇതാണ് ഇസ്രായേലിൻ്റെ രീതി എന്ന് പറയുന്നത്. പുരോഹിത വർഗം വരുന്നത് അഹറോന്റെ വംശത്തിൽ നിന്നാണ്. അവരെ 24 ഗണങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ 24 ഗണത്തിനും ഊഴമനുസരിച്ച് അവർക്ക് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാം. എന്ന് പറഞ്ഞാൽ 24 ആഴ്ചകൾക്ക് ഇടയിലാണ് ഒരു ഗണത്തിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് അവസരം ലഭിക്കുന്നത്. ഒരു വർഷം 2 പ്രാവശ്യമാണ് അവർക്ക് ശുശ്രൂഷയ്ക്കായിട്ടുള്ള അവസരം ലഭിക്കുക. ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ ശുശ്രൂഷയുണ്ട്. അങ്ങനെ ഊഴമനുസരിച്ച് സക്കറിയ പുരോഹിതന് ശുശ്രൂഷ ചെയ്യുവാനുള്ള അവസരം ലഭിക്കേ അദ്ദേഹം ശുശ്രൂഷയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവദൂതൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയാണ്. ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് മുൻപിൽ നീതിനിഷ്ഠനും കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്ന വ്യക്തിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കുറവെന്ന് പറയുന്നത് മക്കളില്ല. പ്രായമേറെയായി എങ്കിലും മക്കളില്ല. നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു ലഭിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ധൂപാർപ്പണ സമയത്ത് ദൈവദൂതൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുകയാണ്. സക്കറിയ, നീ ഭയപ്പെടേണ്ട. നിന്റെ ഭാര്യ എലിസബത്തില് നിനക്കൊരു പുത്രൻ ജനിക്കുവാനായിട്ട് പോകുന്നു. അവന് നീ യോഹന്നാൻ എന്ന് പേരിടണം. എല്ലാം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ സക്കറിയ പുരോഹിതൻ ദൈവദൂതനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇതെങ്ങനെയാ സംഭവിക്കുക? ഇതെങ്ങനെയാ അറിയുക? കാരണം ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൈവദൂതൻ സക്കറിയ പുരോഹിതനെ ശിക്ഷിക്കുന്നുണ്ട്. ഇതിൽ അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായിരിക്കും അവൻ ജനിക്കുന്നത് വരെ. മറിയത്തിന് പ്രത്യക്ഷപ്പെടുമ്പോൾ, ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മറിയം ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഗബ്രിയേൽ ദൂതനോട് സക്കറിയ പുരോഹിതനും ചോദിച്ച അതേ ചോദ്യം തന്നെ. ഒരാളിനെ ശിക്ഷിക്കുന്നു, ഒരാളിന് വിശദീകരണം കൊടുക്കുന്നു. അനീതിയല്ലേ എന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ ഉണ്ട്, കാരണമുണ്ട്. പരിശുദ്ധ മറിയത്തിന് മുമ്പിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോ മറിയം വിവാഹിതയല്ല, വാഗ്ദാനം ചെയ്തിട്ടേ ഉള്ളൂ. ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചില്ല, ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. മറിച്ച് സക്കറിയ പുരോഹിതൻ വിവാഹിതനായിരുന്നു, ഒരു കുഞ്ഞിന് വേണ്ടി നീണ്ടകാലമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു, നീണ്ടകാലമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഗബ്രിയേൽ ദൂതൻ സക്കറിയ പുരോഹിതന് പറയുന്നതാണ്, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. ഒരു കുഞ്ഞിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ച കുഞ്ഞിനെ കൊടുക്കാന്ന് പറയുകയും ചെയ്തിട്ടും സംശയിച്ചു. അതാണ് ശിക്ഷയ്ക്ക് കാരണം. പരിശുദ്ധ അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചില്ല, എന്നിട്ട് കുഞ്ഞിനെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സംശയം വന്നു, പക്ഷെ അതിന് ശിക്ഷയില്ല. നമ്മളൊരു ദൈവം നമ്മുടെ മുമ്പിലൊക്കെ ഏത് വിധത്തിൽ അനുഗ്രഹം ചെയ്യും എന്ന് നമുക്കറിയില്ല. നമ്മൾ പലപ്പോഴും അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം ചിലപ്പോ അത് സാധ്യമായി തരും. പക്ഷെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ പലപ്പോഴും അതൊന്നും നടക്കില്ല എന്ന ചിന്ത പോലും നമുക്ക് വരാറുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് നീ വിട്ടുകൊടുക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ ഹിതത്തിന് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാണെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. സക്കറിയ പുരോഹിതൻ ദൈവ പ്രമാണങ്ങളും കൽപ്പനകളും കുറ്റമറ്റ വിധത്തിൽ നിർവഹിച്ചിരുന്ന വ്യക്തിയാണ്, പാലിച്ചിരുന്ന വ്യക്തിയാണ്. ദൈവത്തോട് വിശ്വസ്ത പുലർത്തി കഴിഞ്ഞാൽ നമ്മളൊക്കെ അസാധ്യമെന്ന് കരുതുന്ന പോലും സാധ്യമാക്കി തീർക്കാൻ സാധിക്കും. ദൈവിക പദ്ധതിയിൽ പങ്കുചേരുവാൻ സാധിക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. പ്രിയമുള്ളവരെ,
ക്രിസ്മസിനായിട്ട് ഏറ്റവും അടുത്തൊരുങ്ങുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തിന് ജീവിക്കുവാനുള്ള വേദിയാക്കി നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാൻ, യേശുവിനെ സ്വീകരിക്കത്തക്ക വിധത്തിൽ ജീവിതത്തെ വിശദീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരട്ടെ, ഈശോ പിറക്കട്ടെ, പുൽക്കൂടുകൾ നമുക്ക് രൂപപ്പെടുത്താം. അതിനായിട്ട് ഉണ്ണി ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.